പാർത്ഥനൊരു വിശ്വാസിയാണോ? അതെ. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എൻ്റെതായ ഒരു വിശ്വാസമാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. പ്രപഞ്ചത്തിനൊരു ഒരു ശക്തി ഉണ്ട് എന്നതെല്ലാം ഊന്നിയുള്ള വിശ്വാസം. എനിക്ക് തോന്നുന്നു പാർത്ഥനൊരു ശിവഭക്തനാണ് കൂടുതൽ. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്നെങ്കിലും കുറച്ചുകൂടെ ശിവഭക്തി കൂടുതലുള്ള ഒരാള്. ശിവന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കൃഷ്ണന്റെ ഇല്ല, ആരെയും ശബ്ദം കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഇല്ല. യേശുവിന്റെ ഇല്ല. പക്ഷെ യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് വന്ന് പറഞ്ഞതല്ല, ഒരു പാസ്റ്ററോട്. അദ്ദേഹം പിന്നെ സുവിശേഷമൊക്കെ കഴിഞ്ഞ ആളുകളെ പറ്റിച്ച് എല്ലാമൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്നിരിക്കുമ്പോൾ യേശു അരാമ ഭാഷയിലാണ് യേശു സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യേശു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിച്ചു എന്നതിൻ്റെ പിന്നെ യേശുവിൻ്റെ ശബ്ദം, വിശ്വാസികളെ നിങ്ങൾ കാതോർക്കുക, യേശുവിൻ്റെ ശബ്ദം കേൾക്കാത്തവർ കേൾക്കുക, യേശുവിൻ്റെ ശബ്ദം ഞങ്ങളിതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കേട്ടല്ലോ യേശുവിന്റെ ശബ്ദം. എന്ത് മനോഹരമായി യേശു സംസാരിക്കുന്നല്ലേ. യേശുവിന് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഒരു കിച്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. യേശു അല്ലേ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് തുളസിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ മാറുമായിരിക്കും. സത്യത്തിൽ ഈ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയായ ടിനു ജോർജ്, പാസ്റ്റർ ടിനു ജോർജ്, നമ്മൾ കോട്ടയം ജില്ലയിലെ തങ്കു ബ്രദറിനെയും പിന്നെ തോമസ് കുട്ടി ബ്രദറിനെയൊക്കെ അവരുടെയൊക്കെ സുവിശേഷമൊക്കെ കേട്ട് തളർന്നിരിക്കുന്ന സമയത്താണ് പുതിയ ഒരു അവതാരം വരുന്നത്, ടിനു ജോർജ്. സത്യത്തിൽ വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെടാ, എന്തിനടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ദൈവത്തിനെ വെച്ച് ഇങ്ങനെ കച്ചവടം ചെയ്തോ, പക്ഷേ നട്ടാക്കുരുക്കാത്ത നുണ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? ദൈവം വന്ന് പറഞ്ഞു, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ദൈവം പിന്നെ വെച്ചേക്കില്ല എന്ന്. എന്തുവാടെ ഇതൊക്കെ? ഈ കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയിൽ മുന്നിലെന്ന് പറയുമ്പോഴും വിവരമില്ലായ്മയിൽ പിന്നിലാണല്ലേ കേരളത്തിലെ ജനങ്ങൾ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് അത് കേട്ടിരുന്ന് കൈയടിക്കാൻ കുറേ, ഇതൊക്കെ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരതയുണ്ട് എന്നതുകൊണ്ട് അവർക്ക് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കാര്യം ടിനു പാസ്റ്ററുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒന്ന്, രാഷ്ട്രീയപരമായി എന്ത് തെമ്മാടിത്തരം ചെയ്താലും അവരെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്ന വിവിധ പാർട്ടികളുടെ അനുഭാവികളായിട്ടുള്ള അടിമകളുള്ള നാടാണിത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെപ്പറ്റി മനസ്സിലാവും. വോട്ടിന് വേണ്ടി എന്തും ചെയ്യും. ഇതുപോലെയുള്ള എന്ത് ചെറ്റത്തരം കാണിച്ചുകൊണ്ട് ഏത് തെമ്മാടിക്കൂട്ടങ്ങൾ വന്നാലും വോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇവരെയൊക്കെ വച്ച് വാഴിക്കുന്ന വൃത്തികെട്ട നിലപാടെടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വേണം ആദ്യം തല്ലി ഓടിക്കാൻ. അതാണ് യഥാർത്ഥ സത്യം തന്നെയാണത്. പക്ഷേ ഒരു മനുഷ്യന് അവൻ്റെ മതത്തിൽ വിശ്വസിക്കാനും അവൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇവിടെ പലതരത്തിലുള്ള സഭകളുണ്ട്, സന്യാസി മഠങ്ങളുണ്ട്, പള്ളികളുണ്ട്, പള്ളികളുടെ ഭാഗമായിട്ടുള്ള ദർഗകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ ബുദ്ധൻ്റെ അല്ലെങ്കിൽ പാർസിയുടെ ഒക്കെ ആരാധനാലയങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ടിനു പാസ്റ്റർ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ യൂട്യൂബിലൂടെ സുവിശേഷ പ്രസംഗം നടത്തി, നേരിട്ടും സുവിശേഷ പ്രസംഗം നടത്തി ഒരുപാട് ആരാധകരെ നേടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വളരെ ഫലപ്രദമായി സംസാരിക്കാനും വളരെ രസകരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു താല്പര്യം തോന്നുന്ന രീതിയിൽ, ആകർഷണം തോന്നുന്ന രീതിയിൽ സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ആശ്വാസം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആളുകൾക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ അതിനിടയിൽ കൂടി ഇത്തരത്തിലുള്ള ചതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളം തിരികെ കയറ്റുമ്പോൾ അതൊരു മനുഷ്യരാശിയെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവരുടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ വിഷയത്തിൽ ടിനു എന്താണ് പറയുന്നത്? ഞാൻ സുവിശേഷമൊക്കെ കഴിഞ്ഞ് പോയി വിശ്രമിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും കർത്താവ് എന്നോട് അരുളി ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നാണ് പറയുന്നത്. ഇത് കേട്ട ആളുകൾ വിശ്വസിക്കുകയാണ്. അത്രമേൽ അവരുടെ ബുദ്ധിയെ മറച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഈ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു, ടിനു പാസ്റ്ററോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ടിനു പാസ്റ്റർ പറയുന്നു, 1 മിനിറ്റ് ഞാൻ ഒന്ന് ഇത് റെക്കോർഡ് ചെയ്തോട്ടെ, കർത്താവ് ആദ്യം മുതലേ ഒന്ന് തുടങ്ങണേ എന്ന് പറയുന്നു. കർത്താവ് ഓക്കെ പറയുന്നു. എന്നിട്ട് ടിനുവിനോട് കർത്താവ് സംസാരിച്ചു തുടങ്ങുകയാണ്.
മലയാളത്തിൽ സംസാരിക്കുന്ന ധന്യ പറഞ്ഞ പോലെ അരാമ, ഹീബ്രു പോലുള്ള ഭാഷകളും വേറെ ചില ജെറുസലേമിനൊക്കെയുള്ള ചില പ്രാദേശിക ഭാഷകളും യേശു സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പം യേശുവിന് പക്ഷേ അദ്ദേഹം ഒരു എന്താണ് പുണ്യപുരുഷനായതുകൊണ്ട് മലയാളം പറയുന്നതിൽ, ദൈവപുത്രനായതുകൊണ്ട് മലയാളം പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. യേശുവിനെ ഇതിലേക്ക് വലിച്ചിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വേറൊരു വശമാണ്. പക്ഷേ യേശു ഒക്കെ ഇപ്പം ഈ സമയത്ത് യേശുവിനൊക്കെ പുറത്തിറങ്ങി വരാൻ, അല്ലെങ്കിൽ പിന്നെ എന്താണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ സമയത്തും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവനെയൊക്കെ മടല് വെട്ടിയടിച്ചേനെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് യേശു എന്തെങ്കിലും പറയത്തുള്ളൂ. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കള്ളന്മാരായിട്ടുള്ള മത പൗരോഹിത്യത്തിനെതിരെ പ്രതികരിച്ചതിനാണ് യേശുവിനെ എന്ത് ചെയ്തത്? കുരിശിൽ തറച്ചത്. ആലോചിക്കണം, അവിടെ നിന്നുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്, കള്ളം പറയുന്നത്. മാത്രവുമല്ല ഇവരോട് പറയുകയാണ്, യേശു എന്താ പറയുന്നേ? ലോക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ഇങ്ങനെ സഹായിക്കണമെന്നോ, അതല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവരെ ഇങ്ങനെ സഹായിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. യേശു പറയുന്നത് ചർച്ചിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഞാൻ അവരെ ഞാൻ ഇല്ലാതാക്കും, അവരെ ഞാൻ നശിപ്പിക്കും, അവർ നാശം വിതയ്ക്കും എന്നൊക്കെയാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു, അന്ധനായ വ്യക്തിക്ക്, കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് കാഴ്ച കൊടുത്ത യേശു, ഒരു വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീയെ ആളുകൾ കൂട്ടം കൂടി കല്ലെറിഞ്ഞോടിക്കുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് യേശു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എന്നിട്ട് അവളെ പിടിച്ച് പിന്നെ തന്നോട് ചേർക്കുകയും അവളുടെ മാനസികമായി തന്നെ അവൾ മാറി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സ്നേഹം കൊണ്ട് പിന്നെ ലോകത്തെ നയിച്ചവനാണ് യേശു. പൗരോഹിത്യത്തിന്റെ ദുഷ്ടലാക്കിനെതിരെ പ്രതികരിച്ചവനാണ് യേശു. ഈ പറയുന്ന പോലെ അദ്ദേഹം ഉള്ളപ്പോൾ ക്രിസ്തുമതം ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് ശേഷമാണ് ക്രിസ്തുമതം വരുന്നത്. യേശുവിനെന്ത് ചർച്ച്, യേശുവിനെന്ത് സഭ, യേശുവിനെന്ത് ടിനു പാസ്റ്റർ, യേശുവിനെന്ത് തങ്കു ബ്രദർ, യേശുവിനെന്ത് ഈ തോമസ് കുട്ടി ബ്രദർ, ഇതൊക്കെ യേശുവിനെന്ത്? മനസമാധാനത്തോടെ ദൈവത്തെ വിളിക്കുന്നവർക്ക് മുന്നിൽ, അല്ലെങ്കിൽ നല്ല മനസ്സോടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ വിളിക്കുന്നവർക്ക് മുന്നിൽ ഏത് ദൈവവും ഉണ്ടാകും കൂട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസികമായ ബുദ്ധിമുട്ടോ ഒരു ടെൻഷനോ വരുമ്പോൾ ഞാൻ ആദ്യം ഓടി ചെല്ലുന്നത് പള്ളികളിലാണ്. ആ പള്ളിയുടെ അകത്ത് ഇരുന്നു കൊണ്ട് കണ്ണടച്ച് ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ദൈവം വന്നിരുന്നിട്ട് നിനക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും എനിക്കൊരു സങ്കടമോ ദുഃഖമോ എൻ്റെ ജോലിയിലുള്ളൊരു പ്രശ്നമോ ഒക്കെ വന്നാൽ ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് കടമറ്റത്ത് അല്ലെങ്കിൽ ഈ കല്ലൂർ പള്ളിയിലൊക്കെയാണ്. കാരണം നമുക്കൊരു ആശ്വാസമാണ്. ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം തീർക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിരീശ്വരവാദികൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ പാർത്ത, നാളെ ഒരു സന്യാസി വന്നിട്ട് പറയുകയാണ്, ശിവൻ വന്ന് എന്നോട് പറഞ്ഞു എന്നെ വിശ്വസിക്കാത്തവരെയൊക്കെ നിഗ്രഹിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടൊരു മുസ്ലിങ്ങൾ വരികയാണ്, ഞങ്ങളുടെ സമുദായത്തിലേക്ക് വരാത്തവരെല്ലാം അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയൊരു വിപത്തിലേക്കല്ലേ കാര്യങ്ങളെ കൊണ്ട്? ഇത് നിസ്സാര കാര്യമല്ല. ടിനു പാസ്റ്ററുടെ വിചാരം ഇതൊക്കെ ആളുകളെ കൂട്ടാനും കൺവെൻഷൻ കിട്ടാനും കുറെ പണം ഇതിലൂടെ തട്ടിയെടുക്കാനും ഒക്കെ ഇവർക്ക് ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ അകത്തുള്ള ഇടപാടുകൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു വലിയ കലാപത്തിലേക്ക് പോകുന്ന ഒരു സംഗതിയല്ലേ. യേശു സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു തലയ്ക്ക് വിവരമുള്ള ഒരാൾക്ക് എണീച്ചു നിന്ന് ചോദിക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. അതോടുകൂടി പാസ്റ്ററുടെ എല്ലാ കള്ളത്തരവും എല്ലാ ഈ തെമ്മാടിത്തരവും അവിടെ അവസാനിക്കില്ലേ? തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ കൊട്ടാരക്കരയുടെ കണ്ണിലുണ്ണിയായ ഗണേഷ് കുമാർ, ഈ ഗണേഷ് കുമാറിന്റെ കണ്ണിലുണ്ണിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവമാണ് ടിനു പാസ്റ്റർ എന്ന് പറയുന്നത്. ടിനു പാസ്റ്ററിന്റെ അടുത്ത് പോയി കാല് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും അദ്ദേഹം എന്നെ മുന്നോട്ട് നയിച്ചത് മുഴുവൻ ക്രൈസ്റ്റ് ആണ്, ജീസസ് ആണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഗണേഷ് കുമാർ. അങ്ങനെ പറയുന്നത് കൊണ്ടോ അത് അദ്ദേഹം ചെയ്യുന്നത് കൊണ്ടോ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ തിരിച്ച് അദ്ദേഹം NSSന്റെ ആസ്ഥാനത്ത് വരികയും NSSന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ നിന്നുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോകുന്ന ആളാണ്. അതുപോലെ ദൈവം എന്താണ് എന്നുള്ളത്
വിശ്വസിക്കുന്നത് എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരു മഹാശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ദൈവവും ഒരു മനുഷ്യൻ എന്നല്ല ഒരു ജീവിയെ പോലും നിഗ്രഹിക്കണമെന്നോ കൊല്ലണമെന്നോ എന്ന് പറയുന്ന ആളല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു സഭയുടെയോ ഒരു ചെറിയ ആളുകളുടെയോ ഒക്കെ ഒരു കാര്യത്തിന് പുറത്ത് നിന്നിൽ വിശ്വസിക്കാത്തവനെല്ലാം ഞാൻ നിഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് സാമാന്യ ബോധത്തിൽ വിശ്വസിച്ചാൽ തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഈ ടിനു പാസ്റ്ററുടെ മറ്റൊരു പരിപാടിയുണ്ട്. അതായത് അസുഖമില്ലാത്ത ആളുകൾ വന്ന് കിടക്കുന്നു, നട്ടല് പൊട്ടിയ ആളുകളൊക്കെ വന്ന് കിടക്കുന്നു, അദ്ദേഹം കൈകൊണ്ട് സുഖമില്ലാത്ത ആളുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുഖമില്ലാത്ത ആളുകൾ, വയ്യാത്ത ആളുകൾ, നട്ടലൊക്കെ പൊട്ടിയ ആളുകൾ, ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളൊക്കെ വന്ന് കിടക്കുന്നു. അദ്ദേഹത്തെ യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ വിളിക്കുന്നു. അവരൊക്കെ നട്ടല് പൊട്ടിയ ആളുകളൊക്കെ എണീറ്റ് നിൽക്കുന്നു, തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നു, ബാധ ഒഴിഞ്ഞു പോകുന്നു. ഈ തരത്തിലുള്ള സകലമാന കാര്യങ്ങളും വെച്ച് കളിക്കുകയാണ്. ഇതിലൊക്കെ ഉള്ളത് പല പല ആർട്ടിസ്റ്റുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ദയവായി തിരുവനന്തപുരം RCCയിൽ ചെന്നുകൊണ്ട് അവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ ഒന്ന് പ്രാർത്ഥിച്ച് ആ സമയത്ത് അവരെ ഒന്ന് ഭേദമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ ആശ്വാസമായേനെ. നമ്മളത് അംഗീകരിക്കുമല്ലോ. ഇത് യേശുവിനെ വരെ, യേശു മുകളിൽ ഇരുന്നു കൊണ്ട് ഈ നാറിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് യേശു വിചാരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ ഒരു മതത്തെയും പറഞ്ഞതല്ല. ഇനിയിപ്പോ ഹിന്ദു മതത്തിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത് എതിർക്കപ്പെടും, ഒരു സംശയവുമില്ല. മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന അതും എതിർക്കപ്പെടും, ഒരു സംശയം. ഒരു സമുദായത്തെയും പറയുന്നില്ല. പക്ഷെ ഇത്തരം വൃത്തികേടുകൾ, നിങ്ങൾ യേശുവിനെ, ദൈവങ്ങളെ ഒക്കെ വിറ്റ് ജീവിച്ചോളൂ. യേശു എന്നല്ല, എല്ലാ ദൈവങ്ങളെ വിറ്റ് ജീവിക്കുന്നവരുണ്ട് ഇവിടെ. പിന്നെ എന്തുവാ മനുഷ്യ ദൈവങ്ങളെന്നും പറഞ്ഞ് കുറെ ആളുകൾ വേഷം കെട്ടി നടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ദൈവങ്ങളെ വിറ്റ് ജീവിച്ചോളൂ, ഞങ്ങളുടെ വിശ്വാസത്തെ വിറ്റ് നിങ്ങൾ ജീവിച്ചോളൂ. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം കുറെ വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അതിനൊരു പഞ്ഞവും ഉണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും നടക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്തിനാണ് യേശു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത കള്ളവുമായി രംഗത്തെത്തുന്നവനെയൊക്കെ മടല് വെട്ടിയടിക്കണം. തന്നെയാണ് കറക്റ്റ്, മടല് വെട്ടിയടിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. ക്രിസ്ത്യൻ വിശ്വാസികളിൽ ഒരുപാട് സഭക്കാരുണ്ട്. ഇപ്പം പിന്നെ എന്താണ്, ഓർത്തഡോക്സ് ഉണ്ട്, മലങ്കര കത്തോലിക്ക സഭയുണ്ട്, അതുപോലെ തന്നെ മറ്റ് യാക്കോബിറ്റുകളുണ്ട്, ഒരുപാടുണ്ട്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു മറ്റേ പെന്തക്കോസ്റ്റ്, മാർത്തോമയിൽ ജനിച്ചതിന് ശേഷം പെന്തക്കോസ്റ്റിലേക്ക് പോയ ആളാണെന്ന് എനിക്ക് തോന്നുന്നു, കൺവേർട്ട് ചെയ്ത ആളാണ്. അപ്പം ഈ പെന്തക്കോസ്റ്റുകൾ കുറച്ചും കൂടെ യാഥാസ്ഥിതികനാണ്, ഭയങ്കര ഇതുള്ളതാണ്. പക്ഷെ മറ്റുള്ള സഭക്കാരും ആരാധിക്കുന്നത് യേശുവിനെയാണ്. അവർ ഇത്തരത്തിലുള്ള ഊളത്തരങ്ങൾക്കൊന്നും അവർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. അവരെ കൂടി ദയവായി യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളെ കൂടി നിങ്ങൾ അപമാനിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത്. തീർച്ചയായിട്ടും.